റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധവും പരിഭാവനവുമായ വിശുദ്ധമായ റമദാൻ നമ്മിലൂടെ കടന്നു പോവുകയാണ്. മഹത്തായിരിക്കുന്ന ലൈലത്തുൽ ഖദർ നമ്മിലേക്ക് അടുത്തു വരികയാണ്. യഥാർത്ഥമായ രീതിയിൽ ലൈലത്തുൽ ഖദറിനെ സ്വീകരിച്ച മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആരാണ്? ഫാസിൽ. എവിടുന്നാണ്? പറഞ്ഞ്. ഫാസിലെ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഇന്ന് പണിക്ക് പോയില്ലേ? പണി കുറവാ? എന്നാ ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, മക്ക വിജയ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന തലപ്പാവിന്റെ നിറം എന്താണ്? മക്ക വിജയ നാളിൽ, മക്കാ വിജയം ഉണ്ടല്ലോ, മക്കാ വിജയം, ആ നാളിലെ, ആ ദിവസത്തിലെ, ആ ദിവസേ, ദിവസം അന്ന് നബി ധരിച്ച തലപ്പാവിന്റെ കളർ എന്താണ്? ഓപ്ഷൻ വെള്ള, കറുപ്പ്, ചുവപ്പ്. അതെ, വെള്ള എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം കറുപ്പാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആരാണ്? ആമിദോ? എവിടുന്നാണ്? ഷാഹിൽ. എവിടുന്നാണ്? നരിപ്പറമ്പ്. ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ, ആ പിതൃ സഹോദരൻ ഇളയവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനിൽ ഇളയ ആള് ആരാണ്? ഓപ്ഷൻസ്: 1 അബ്ബാസ് റളിയല്ലാഹു അൻഹു, 2 ഹംസ റളിയല്ലാഹു അൻഹു, 3 സംറത്ത് റളിയല്ലാഹു അൻഹു. ഏതാണ് ശരിയായ ഉത്തരം? ഹംസ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഹിജ്റ വർഷത്തിലെ എത്രാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ? ഹിജ്റ വർഷത്തിലെ മാസങ്ങളുണ്ടല്ലോ, മാസം
അതിൽ എത്രാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ? ഓപ്ഷൻസ് ഉണ്ട്. 2, 3, 4. 2, 3, 4. 3. 3 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ? ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. നബിയെ വധിക്കാൻ പുറപ്പെട്ട് അവസാനം ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. നബിയുടെ തലയെടുക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അവസാനം മുസ്ലിമായി, ഇസ്ലാം മതം സ്വീകരിച്ചു. ആരാണ് ആ സ്വഹാബി? ഓപ്ഷൻസ് ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ പടിഞ്ഞാറങ്ങാടി. ചോദ്യം ചോദിക്കട്ടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മസുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മസുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ 1 സുബൈർ ബിനുൽ അവ്വാം, അബ്ദുല്ലാഹി ബിനു റവാഹ, ഖാലിദ് ബിൻ വലീദ്. ഏതാണ് ശരി? 1 2 3? 1 സുബൈർ ബിനുൽ അവ്വാം, അബ്ദുല്ലാഹി ബിനു റവാഹ, ഖാലിദ് ബിൻ വലീദ്. ഇതിൽ 1 2 3 ശരിയായ ഉത്തരം? അബ്ദുല്ലാഹി ബിൻ റവാഹയാണോ? അബ്ദുല്ലാഹി ബിൻ റവാഹ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സുബൈർ ബിൻ അവ്വാമാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അസ്മ. അസ്മ എവിടെ നിന്നാണ്? പുറങ്ങ്. അസ്മ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? അസ്മ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ് അല്ലേ? റമദാനൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ പോകുന്നുണ്ട് അല്ലേ? ഏതായാലും ഓരോ ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. നാം ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ചോദ്യം ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ അയൽവാസി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ അയൽവാസി ആരാണ്?
ഓപ്ഷൻ തരാം. ഒന്ന് ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള, രണ്ട് അബ്ദുല്ലാഹി ബിൻ റവാഹ, മൂന്ന് ഖാലിദ് ബിൻ വലീദ്. ഒന്നാമത്തത് ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള, അതാണോ? രണ്ടാമത്തെ അബ്ദുല്ലാഹി ബിൻ റവാഹ. ഒന്ന് അല്ലേ? ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്, ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? 13 തവണ. എത്ര തവണയാണ്? 13 തവണ മദീനയിൽ തന്റെ പ്രതിനിധിയായി പ്രവാചകൻ നിയമിച്ച സ്വഹാബി ആരാണ്? 13 തവണ മദീനയിൽ തന്റെ പ്രതിനിധിയായി പ്രവാചകൻ നിയമിച്ച സ്വഹാബി ആരായിരുന്നു? ഓപ്ഷൻ 1 അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം, 2 സെയ്ദ് ബിൻ സെയ്ദ്, 3 സുബൈർ ബിൻ അവ്വാം. സുബൈർ ബിൻ അവ്വാം. ഉറപ്പിക്കാം? സംശയമുണ്ടോ? ഒന്ന് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. ഒന്നാണോ? ഒന്നാണോ? ഒന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓർപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞത് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്, ഇല്ലെങ്കിൽ സമ്മാനം പോയി. ചോദിക്കട്ടെ? കഅബാലയത്തിൽ വെച്ച് പ്രസവിക്കപ്പെട്ട സ്വഹാബി, കഅബാലയത്തിൽ വെച്ച് പ്രസവിക്കപ്പെട്ട സ്വഹാബി ആരാണ്? അതെ അതെ, കഅബാലയത്തിൽ വെച്ച് പ്രസവിക്കപ്പെട്ട സ്വഹാബി. ഓപ്ഷൻ വേണോ? ഹാക്കിം ബിൻ ഹിഷാം, ഹാക്കിം ബിൻ ഹിഷാം, സെയ്ദ് ബിൻ സാബിത്ത്, ത്വൽഹത്ത്. സെയ്ദ് ബിൻ സാബിത്ത്. ഉറപ്പിക്കാം? കഅബാലയത്തിൽ വെച്ച് പ്രസവിക്കപ്പെട്ട സ്വഹാബിയാണ് കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ ഹാക്കിം ബിൻ ഹിഷാം. ഹാക്കിം ബിൻ ഹിഷാം ഒന്നാണോ? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ഒന്ന്. ഒന്ന് ലോക്ക് ചെയ്തു കേട്ടോ. ഇനി മാറ്റാൻ പറ്റൂല. എന്താ പത്ര ഉറപ്പ് ഒന്ന് പറയാൻ കാരണം? സെയ്ദ് ബിൻ സാബിത്താണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നീട് സെയ്ദ് ബിൻ സാബിത്തിനെ മാറ്റി ഹാക്കിം ബിൻ ഹിഷാം എന്ന ഉത്തരം നിങ്ങൾ പറഞ്ഞു. ശരിയാവോ? അറിയില്ല. ഉറപ്പില്ലാതെ പറഞ്ഞതാണോ? സമ്മാനം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? പ്രാർത്ഥനയിലാവും ഇപ്പൊ അല്ലേ? റബ്ബേ കിട്ടണേ എന്നുള്ള ദുആയിലായിരിക്കും അല്ലേ? ഹലോ, റബ്ബേ സമ്മാനം കിട്ടണേ എന്നുള്ള ദുആയിലായിരിക്കും ഇപ്പൊ അല്ലേ? നോക്കി നോക്കല്ലേ, ശരിയാവോ ഇല്ലയോ നോക്കല്ലേ? നിങ്ങൾ പറഞ്ഞത് തെറ്റിയാലും കുഴപ്പമില്ല അല്ലേ? സന്തോഷമുള്ളൂ അല്ലേ? നോക്കുക, സമ്മാനം കിട്ടുമോ നോക്കുക. നമ്മൾ ചോദിച്ചു നോക്കുക ശരിയാണോ ഇല്ലേന്ന്.
ഹാക്കിം ഇബ്നു ഹിഷാം എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. അപ്പൊ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ലീഗ്സിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.